ഹായ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അത് ETF പറ്റിയിട്ടാണ്. സോ ETF എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേ ദിവസം ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് തന്നെ അത് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ETF. സോ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ETF എന്നുള്ളതിനെ പറ്റിയിട്ടും അതേപോലെ ETF എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റും. ആക്ച്വലി ഞാൻ ഇതിന്റെ അവസാനം ഈ വീഡിയോയുടെ അവസാനം ഒരു ETF ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കും ഞാൻ പറയാം. സോ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ETF ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ETF എന്ന് പറയുന്നത് നിഫ്റ്റി 50 50 സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ETF എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ 50 സ്റ്റോക്കിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും ഈ ETF പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. നമുക്കറിയാം ഇപ്പൊ ETF നിഫ്റ്റി എന്ന് പറയുന്നത് 50 സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള 50 സ്റ്റോക്കാണ് നിഫ്റ്റിയിൽ അടങ്ങിയിട്ടുള്ളത്. സോ ഈ 50 സ്റ്റോക്കിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നതും ഫ്ലക്ച്വേറ്റ് ആവുന്നതും സൈഡ് വേ മാർക്കറ്റ് തരുന്നതും എല്ലാം. അപ്പോൾ ഈ 50 സ്റ്റോക്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഈ നിഫ്റ്റി എന്ന് പറയുന്ന ഈ 50 സ്റ്റോക്കിൽ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത സ്റ്റോക്കിനെ നിഫ്റ്റി തന്നെ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റോക്കിനെ എടുത്ത് ഒഴിവാക്കിയിട്ട് ആ കമ്പനിയെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു കമ്പനിയെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയെ ഈ ഒരു 50 സ്റ്റോക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വേറൊരു ടെൻഷനും വേണ്ട. നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ താഴേക്ക് പോകും, ഇങ്ങനെയുള്ള ഒരു ടെൻഷനും നമുക്ക് വേണ്ട. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ETF എന്ന് പറയുന്നത് ആർക്കും വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ് ആണ്. സോ 250 റുപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ETF ഒരു ഷെയർ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വെൽത്തും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് മാസത്തിൽ ഒരു സാലറി മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു 25 സാലറിയോ അല്ലെങ്കിൽ 30,000 അല്ലെങ്കിൽ 50,000 സാലറി മേടിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു സം ഓഫ് മണി, നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് മണി നിങ്ങൾ ETF ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് കൂടുതലുള്ള ഇപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നല്ലൊരു കമ്പനിയെ കണ്ടെത്തണം, ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ട്സ് നോക്കണം, അത് ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുമെന്ന് നോക്കണം. ഇനി എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ 2-3 ക്വാർട്ടർ ഉള്ളതായിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് പോകും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസും കിട്ടും. പക്ഷേ ETF എന്ന് പറയുന്നത് ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 15% ഒക്കെയാണ് ആനുവൽ റിട്ടേൺസ് നമുക്ക് തരുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് റിട്ടേൺസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേറൊരു ടെൻഷനും ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ മാസത്തിൽ ഇപ്പോൾ നിങ്ങൾ സാലറി മേടിക്കുമ്പോൾ അതിൽ നിന്നൊരു പെർസെൻറ്റേജ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ETF ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പ്രൈസ് ആക്ഷൻ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ETF അതായത് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് നിഫ്റ്റിയിൽ എപ്പോഴൊക്കെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം, നമുക്ക് നല്ലൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് എന്നൊക്കെ പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു എന്താ പറയുക, നല്ലൊരു പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് സ്റ്റോക്സും അതേപോലെ മറ്റുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഇപ്പം അത് ഒരു 100 രൂപയുടെ സ്റ്റോക്ക് ഒരു 10% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നത് 90 റുപ്പീസിന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പം നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു റൂൾസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സാധാരണക്കാരെന്താണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറഞ്ഞാൽ ക്രാഷ് ചെയ്യുന്ന സമയത്ത് അവർ പൈസ വിഡ്രോ ചെയ്തിട്ട് ലോസ് ബുക്ക് ചെയ്തിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ ETF എന്ന് പറയുന്നത് എപ്പോഴൊക്കെ നിങ്ങൾ ഒരു റെഡ് ക്യാൻഡിൽ കാണുന്നു ആ സമയത്ത് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മന്ത്ലി റെഡ് ക്യാൻഡിൽ എപ്പോൾ ഫോം ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഈ മാസം ടോട്ടൽ ഓവറോൾ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഷ് ആണ്, ചെറിയ രീതിയിലുള്ള മൈനസ് ആണ്, പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് താഴെയാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ആ ഒരു ക്യാൻഡിൽ നോക്കിയിട്ട് ആ ക്യാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം.
അങ്ങനെ എപ്പോഴൊക്കെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ആ സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്ത സമയത്ത് നോർമലി ഒരു നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങളുടെ ഒരു സാലറി വരുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ETF നിങ്ങൾ ഒരിക്കലും ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 മാസത്തേക്കോ 1 മാസത്തേക്കോ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ETF എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഗെയിമാണ്. അപ്പോൾ നിങ്ങളൊരു ലോങ് ടൈമിലേക്ക് കണ്ടിട്ട് വേണം ETF ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യം വളരെ എക്കണോമിക്കലി നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്, ഒരുപാട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ രാജ്യം മുന്നിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പല സെക്ടേഴ്സും നല്ല രീതിയിൽ ബൂം ചെയ്യും. അതോടൊപ്പം നമ്മുടെ നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ETF ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്രം നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷത്തേക്കൊക്കെ മുന്നിൽ കണ്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴൊക്കെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ആ സമയത്ത് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ETF ഇൻവെസ്റ്റ് ചെയ്യാം. ETF ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു റീസണും ഇതിനോട് ചുറ്റുപറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് സെൽ ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനും പറ്റും. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെ ബൈ.